മന്ത്രിയെത്തും മുൻപേ റവന്യൂ വകുപ്പിൽ സർവീസ് സംഘടന ഭരണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെ ഇടതുപക്ഷ അനുകൂല സംഘടനാ നേതാക്കൾക്ക് കൂട്ടത്തോടെ സ്ഥലമാറ്റം നൽകിയിരിക്കുകയാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കാര്യാലയത്തിലെ 20 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. NGO അസോസിയേഷൻ നേതാക്കൾക്കും അംഗങ്ങൾക്കുമാണ് പകരം നിയമനം നൽകിയത്. ഭരണ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റം നൽകിയതെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ജീവൻ ബാബു IAS വ്യക്തമാക്കുന്നത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജി, കൂട്ട സ്ഥലം മാറ്റത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇതിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ? സ്മൃതി, മുഖ്യമന്ത്രി ആരാണെന്നോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണെന്നോ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ദിവസം കമ്മീഷൻ പിൻവലിച്ചത്. അതിന് പിന്നാലെ തന്നെയാണ് റവന്യൂ വകുപ്പിന്റെ ആസ്ഥാനത്ത് 20 ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ സ്ഥലം മാറ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒന്നെങ്കിൽ ജോയിന്റ് കൗൺസിൽ അല്ലെങ്കിൽ NGO യൂണിയൻ ഭാരവാഹികളും നേതാക്കളുമാണ്. അതായത് ഇടതുപക്ഷ സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകളെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇവർ ഇരിക്കുന്ന സീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റാണ്. അതായത് റവന്യൂ വകുപ്പിന്റെ ആസ്ഥാനത്ത് നിന്ന് ഡെപ്യൂട്ടി കളക്ടർ മുതൽ താഴോട്ടുള്ള ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിൽ തീരുമാനം എടുക്കുകയും മറ്റ് പേപ്പർ വർക്കുകളൊക്കെ തന്നെ ചെയ്യുന്ന കസരയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. സീനിയർ സൂപ്രണ്ട്, സീനിയർ ക്ലർക്ക് തുടങ്ങിയ തസ്തികയിലിരിക്കുന്ന ജീവനക്കാരാണ്. ഇവരെ മാറ്റിയ ശേഷം ഇവിടെ നിയമനം കൊടുത്തിരിക്കുന്നത് ഇതേ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന UDF അനുകൂല സർവീസ് സംഘടനയായ NGO അസോസിയേഷനിലെ ജീവനക്കാർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. അതായത് ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഭരണപരമായ സൗകര്യാർത്ഥം സ്ഥലമാറ്റം നടത്തുന്നുവെന്നാണ് ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും റവന്യൂ വകുപ്പിൽ 14 ജില്ലകളിലും ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ റവന്യൂ വകുപ്പിലെ ജീവനക്കാരെ സ്ഥലം മാറ്റാൻ കൂടി പോവുക. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.